ഹലോ. എൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോസുകളും ഒക്കെ ആകട്ടോ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. 2024 ഒക്ടോബർ 17-ാം തീയതിയായിരുന്നു കല്യാണം. സജിയേട്ടൻ്റെ വീട് ഇടുക്കിയിലാണ് കേട്ടോ. അവർ തലേ ദിവസമേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ അമ്മയുടെയൊക്കെ അമ്മാവൻ മരിച്ചായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് പെലയുണ്ടായിരുന്നു. ഞങ്ങൾ പലനയമ്പലത്തിൽ വെച്ചാണ് കല്യാണം എല്ലാം ഫിക്സ് ചെയ്തതും. അവിടെ അമ്പലമൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് പെലയുണ്ടായിരുന്നത് കൊണ്ട് പിന്നെ വീട്ടിലോട്ടാക്കുമായിരുന്നേ ഫങ്ഷനുമൊക്കെ. അപ്പോൾ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. എനിക്ക് സ്കിന്നിന് വയ്യാഴിക ഉള്ളതുകൊണ്ട് കല്യാണം നടക്കും എന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ഒരുപാട് നല്ലൊരാളിനെ കിട്ടുമെന്നൊന്നും എല്ലാവരും പരിഹസിച്ചിട്ടേ ഉള്ളൂ, കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് അത്രയും നല്ലൊരാളിനെ ദൈവം വൈകിയാണെങ്കിലും കൊണ്ട് തന്നു. അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നേ, ആഗ്രഹമായിരുന്നു. ഞാൻ ജനിച്ച നാൾ തൊട്ട് കുത്തുവാക്കുകളും പരിഹാസവും ഒക്കെ കേട്ടാണ് വളർന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ജീവിതത്തിൽ അല്ലെ എൻ്റെ വീട്ടുകാരുടെ ജീവിതത്തിൽ ഇതൊരു ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. സന്തോഷം മാത്രമല്ല, നമ്മുടെ ഒരു വിജയവും കൂടിയാണ്. പിന്നെ ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഡിസബിലിറ്റിയോ വയ്യാഴികളോ ഒക്കെ ഉള്ള കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമുക്കൊന്നും കിട്ടില്ല, അല്ലെ നമ്മളുടെ ജാതകം അവർ നേരത്തെ അങ്ങ് എഴുതും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതുപോലുള്ളവർക്കൊക്കെ ഉള്ള മക്കളുള്ളവർക്കും അല്ലെ അങ്ങനെ ആയിപ്പോകുന്ന കുട്ടികൾക്കും ഒക്കെ മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അല്ലെ എൻ്റെ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണിതൊക്കെ. ഇതുപോലെ ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരുണ്ടോ? ഇപ്പോഴും പോകുന്നവരുണ്ടാവും. നമ്മൾ ഒരിക്കലും, എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുവാണ്, നമുക്ക് ഒരിക്കലും നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. മറ്റുള്ളവർ നമ്മളെ എത്ര താഴ്ത്തി കെട്ടുന്നു അതനുസരിച്ച് നമ്മൾ തളരാതെ നമ്മളെ ആഗ്രഹങ്ങൾ എന്താണെന്ന് അത് മറ്റുള്ളവരോട് പറയാതെ നമ്മൾ ഓരോ വേദനകളും നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് മനസ്സിലൊരു എന്താ പറയുക കനലായി ഇട്ടുകൊണ്ട് നമ്മളതിനെ നേടാൻ, ഞാൻ ഇന്നത് നേടും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുമെന്ന് മറ്റുള്ളവരോട് പറയാതെ അത് നേടി കാണിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എല്ലാവർക്കും, ഇതുപോലുള്ളവർക്ക്. അതേ ഉള്ളൂ എനിക്ക് എല്ലാവരോടും പറയാനായിട്ട്. ഈ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനൊക്കെ ജനിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ ഡിഗ്രിക്കാരിയൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഒരുപാട്, അതായത് ജീവിതത്തിൽ ഒരു പരാജയമായി പോകും എന്ന് കരുതിയാണ് എന്നെയൊക്കെ വളർത്തിയത് പോലും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു വലിയൊരു വിജയമാണ്. ഇതുപോലുള്ളവരൊക്കെ ഉണ്ടോ ഒരിക്കലും രക്ഷപ്പെടില്ല അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതുന്നിടത്തു നിന്ന് നമ്മൾ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. എൻ്റെ ജീവിതത്തിലുണ്ടായതുപോലെ തോറ്റുപോയി എന്ന് കരുതുന്നിടത്തു നിന്ന് ജയിക്കാനും പറ്റട്ടെ. ഞങ്ങൾ നേരത്തെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് പുതിയൊരു ചാനലാണ്. ഈ ചാനൽ നല്ലോണം ഒന്ന് നിങ്ങളെല്ലാവരുടെയും സഹായത്തോടു കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്ക് നല്ലൊരു രീതിയിലൊന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണവും സഹായവും ഉണ്ടാവണം കേട്ടോ. പിന്നെ വേറെന്താ പറയാനുള്ളത്? വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ.
നമ്മൾ ജയിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, നമ്മളെ ജയിപ്പിക്കാൻ ഇതുപോലെ കൂടെ സപ്പോർട്ടായിട്ടും ആളുണ്ടാവണം. അതും നമ്മുടെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ഭർത്താവ്. കാരണം അങ്ങനെ ഒരാൾ വന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ മനസ്സുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളിന്ന് ജയിക്കില്ലായിരുന്നല്ലോ.